അപ്പൊ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം നേരിയ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. എൽ നിനോ പ്രതിഭാസത്തിന്റെ സ്വാധീന ഫലമായിട്ട് ഇന്നും നാളെയും ഒരു ജില്ലയിലും പ്രത്യേക മഴ മുന്നറിയിപ്പൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലേർട്ടാണ്. പക്ഷേ ശനിയാഴ്ച തൊട്ട് വീണ്ടും മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. മലപ്പുറത്ത്, അതേപോലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഈ ജില്ലകളിലൊക്കെ ശനിയാഴ്ച യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞായറാഴ്ചയിലേക്ക് എത്തുമ്പോൾ അത് എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, അതേപോലെ വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ജില്ലകളിൽ ശനി ഞായർ ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടതോ അതല്ലെങ്കിൽ ശക്തമായതോ ആയ മഴ ലഭിക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഈ വർഷം സംസ്ഥാനത്ത് ലഭിച്ച മഴയിൽ ഗണ്യമായ കുറവുണ്ടായതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മഴക്കുറവ് വൈദ്യുതി ഉൽപാദനം, കൃഷി, ജലസേചനം, കുടിവെള്ള ലഭ്യത തുടങ്ങിയ മേഖലകളിൽ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. ജലസംഭരണികളിലേക്കുള്ള നീരൊഴുക്ക് കുറയുന്നതും സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക ഉയരുന്നുണ്ട്. അതേസമയം തന്നെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതാണ് പൊതുവേ ഉള്ളൊരു മഴ സാഹചര്യം. ഇന്നിപ്പം ഒരിടത്തും മഴ മുന്നറിയിപ്പില്ല. പക്ഷേ ശനി ഞായറും ഒക്കെ ആണെങ്കിൽ മഴ മുന്നറിയിപ്പ് ഉണ്ട് താനും. പിന്നെ മത്സ്യബന്ധനത്തിന് പ്രത്യേകിച്ച് വിലക്കുകളൊന്നുമില്ല. ഇനി കാലാവസ്ഥ, അതായത് താപനിലയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ അവിടെ മഴ മുന്നറിയിപ്പൊന്നും ഇല്ല. ജില്ലയിലെ ഉയർന്ന താപനില 32 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. എറണാകുളത്തേക്ക് വന്നാൽ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്നില്ല. ജില്ലയിലും ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആയിരിക്കും. കോഴിക്കോട് ജില്ലയിലെ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസും ആണ്. കണ്ണൂരിലേക്ക് വരുമ്പം കണ്ണൂരിലെ അനുഭവപ്പെടുന്ന ഉയർന്ന താപനില 34 ഡിഗ്രി സെൽഷ്യസ് ആണ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസുമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇന്നത്തെ കാലാവസ്ഥ പരിശോധിച്ചാൽ